ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സിനിമ പവർ ഗ്രൂപ്പിൽ സംസ്ഥാനത്തെ മന്ത്രിയുമുണ്ടെന്ന് സംവിധായകൻ വിനയൻ. പവർ ഗ്രൂപ്പിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അംഗമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പവർ ഗ്രൂപ്പ് ഉള്ളതായി അറിയില്ലെന്നാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം. താൻ ആരെയും ഒതുക്കിയിട്ടില്ലെന്നും സീരിയൽ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മയുടെ അധ്യക്ഷൻ കൂടിയായ മന്ത്രി പറഞ്ഞു. അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾ കിട്ടിയെന്നുള്ളത്. ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിന്റെ മുന്നിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ ബഹുമാന്യായ സജി ചെറിയാൻ വലിയ പ്രതിഷേധം ഉണ്ടാകും. അങ്ങനെ നടന്മാരെ ഒതുക്കിയിട്ട് ഞാൻ അറിയുന്നില്ല, എൻ്റെ അറിവിലില്ല. പിന്നെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ആൾക്കാരെ പറ്റി എന്തും പറഞ്ഞൂടെ. ഞാനാണ് ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ, ഇപ്പോഴും ഞാൻ തന്നെ പ്രസിഡന്റ്. ഞങ്ങളാരെയും വിലക്കായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു നടൻ വന്നെന്നോ അയാളെ വിലക്കായിട്ട് ഒരാളെയും ആത്മയിൽ ആരെയും വിലക്കാറില്ല. ഇന്നുവരെ ടെലിവിഷനിൽ അഭിനയിക്കാൻ വിലക്കാൻ ഒക്കത്തില്ലല്ലോ. ഈ ടെലിവിഷൻ ആരാണ് അഭിനയിക്കുന്നത് തീരുമാനിക്കുന്നത്? ചാനൽ, നിങ്ങൾ ചാനലുകാർ തന്നെയല്ലേ. അതിനെ എടുത്താൽ പോരെ. നമുക്കെങ്ങനെ വിലക്കാൻ പറ്റും? ചാനൽ ആവശ്യപ്പെടുകയാണ് ഇന്ന ആളുകൾ അഭിനയിക്കണം എന്നല്ലേ. നിങ്ങൾ അറിയാത്ത കാര്യമല്ലല്ലോ, ചാനലുകാർക്ക് അറിയാമല്ലോ. ആരെയൊക്കെ വേണം, നമുക്ക് ആർക്കൊക്കെയാണ് മാർക്കറ്റുള്ളത്, ആരെ വെച്ച് ഈ പടം ഈ സീരിയൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പം ചാനലുകാരല്ലേ, ഞങ്ങളല്ലല്ലോ. ആത്മ സംഘടനയുടെ പ്രസിഡന്റിന്റെ കാര്യം വളരെ വ്യക്തമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. ആ പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് അടിയന്തരമായി ചെയ്യാൻ സാധിക്കുന്നത് കെ.ബി. ഗണേഷ് കുമാറിനെതിരെ, അപ്പോൾ ആ കമന്റിൽ പറയുന്നത്, ആ പോയിന്റിൽ പറയുന്ന ഭാഗത്ത് തന്നെ പറയുന്നത് 15 പേരുടെ പവർ മാഫിയയാണ് എന്നുള്ളതാണ്. ഈ 15 പേരുടെ പവർ മാഫിയയിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതികൾ കൊടുത്തിട്ടുണ്ട്.